ഹലോ കൂട്ടുകാരെ, ഒരു നമസ്കാരമുണ്ട്. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഒലത്ത് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചിടാം, അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ആദ്യം സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും വേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. സത്യത്തിൽ നമ്മൾ ചെമ്മീൻ എപ്പോഴും റെഡിയാക്കുമ്പോഴത്തേക്കും ചെമ്മീൻ അതിൻ്റെ തൊലി പൊളിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കണം. ഒരു 5-6 പ്രാവശ്യം മണ്ണ് കളഞ്ഞ്, കാരണം നമ്മളത് കിള്ളിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്യരുത്. അതിൻ്റെ സത്ത് മുഴുവൻ പോകും, കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ സവോള ഒന്ന് വഴന്ന് വന്നു കഴിയാൻ നേരത്ത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചതച്ചത് കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ പോരാൻ തോന്നിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ അത് തമ്മിൽ. അപ്പോൾ അതേ ഒന്ന് മൂത്ത് വന്നു കഴിയാൻ നേരത്തെ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള കുറച്ചിട്ട് ചെറിയ ഉള്ളി കൂടുതൽ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ തക്കാളി വഴന്നതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അരപ്പ് അരക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി. അപ്പോൾ അത് സംഭവം നമ്മൾ കല്ലിലിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കുറച്ച് ഗരം മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ, ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ചെമ്മീൻ ഇറങ്ങി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ചെമ്മീൻ നല്ലവണ്ണം ഈ വെള്ളമൊക്കെ പറ്റി നല്ല വരട്ടി വേണം നമുക്ക് എടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ വരണ്ട് വരും. അതനുസരിച്ചിട്ട് നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ശകലം കുടംപുളിയുടെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഈ ചാറെല്ലാം കൂടി ഇതുപോലെ വറ്റിച്ച് നല്ലോണം വരട്ടി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും നമ്മളുടെ മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ലേശം മസാല കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വരട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് നല്ല കിടിലനായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒലത്ത് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ചെമ്മീൻ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ, ബൈ.